ഹായ് ഡിയർ സ്റ്റുഡൻസ്, എക്സസൈസ് 13.2 വരുന്ന 10 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10ാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ഇവൻറ്റ്സ് എ ആൻഡ് ബിയുടെ അവിടെ പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ട്. അതിനുശേഷം പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബിയുമാണ് തന്നിരിക്കുക. അതിനുശേഷം എന്താ ചോദിച്ചിരിക്കുന്നത്, എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, നമുക്കിവിടെ പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി എന്താണ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി അല്ലേ, അതാണ് നമുക്ക് തന്നിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്നാണ്. അപ്പോൾ അത് നമ്മൾ എഴുതുമ്പോൾ പി ഓഫ് നോക്കുക, നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എ കോംപ്ലിമെൻ്റ് ആണ്. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. ദെൻ നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്നാണ് തന്നിരിക്കുക. അവിടെ നമുക്ക് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ് എന്ന് ഫോർമുല പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്നാണ് തന്നിരിക്കുക. അങ്ങനെ നോക്കിയപ്പോൾ നമുക്കിവിടെ എ ഇൻ്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് ഉള്ളതെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, 1ൽ നിന്നും ഈ തന്നിരിക്കുന്ന ആൾ കുറച്ചാൽ മതി. അങ്ങനെ നോക്കിയപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1 - 1/4 ആണെന്ന് മനസ്സിലായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 3/4 എന്നാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കാം, നമ്മൾ രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാനായിട്ട് അവിടെ എന്ത് ചെയ്യും, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാം. അതുകൊണ്ട് നമ്മളിവിടെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കണ്ടുപിടിച്ചു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1/2 ഇൻറ്റു 7/12 എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7/24 എന്നാണ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കിട്ടുന്നത്. അവിടെ സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതല്ല ഒരിക്കലും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് അല്ല എന്നാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എഴുതാം the events A and B are not independent അല്ലേ, നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്നാണ് ഇവിടെ നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എയും ബിയും തന്നിട്ടുണ്ട്. അതിനുശേഷം പി ഓഫ് എയും പി ഓഫ് ബിയുമാണ് തന്നിരിക്കുക. അതിനുശേഷം നമുക്ക് അവിടെ പി ഓഫ് എ ആൻഡ് ബി കണ്ടുപിടിക്കണം, പി ഓഫ് എ ആൻഡ് നോട്ട് ബി കണ്ടുപിടിക്കണം, പി ഓഫ് എ ഓർ ബി കണ്ടുപിടിക്കണം, പി ഓഫ് നെയ്തർ എ നോർ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കുക, നമുക്ക് ഒന്നാമത്തതിൽ അവിടെ പി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇവിടെ നോക്കുക, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ വാല്യൂസ് നോക്കി അവിടെ 0.3 ഇൻറ്റു നമുക്കവിടെ 0.6 ആയിരുന്നു, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.18 എന്നാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. ഇത് നോക്കുക, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, അത് പി ഓഫ് എ ആൻഡ് നോട്ട് ബി എന്നാ അല്ലേ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് എ ആൻഡ് നോട്ട് ബി എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നമ്മളവിടെ വെറുതെ വെൻ ഡയഗ്രം വരച്ച് നോക്കുക. വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മളിവിടെ സാമ്പിൾ സ്പേസ് ആണ് എന്ന് വിചാരിച്ചു, ഇതാണ് എ എന്ന് വിചാരിച്ചു, ഇതാണ് ബി എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുക, എ ആൻഡ് നോട്ട് ബി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടായിരിക്കണം, പിന്നെ എന്തുണ്ടായിരിക്കണം, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബിയുടെ കോംപ്ലിമെൻറ്റിലും ഉണ്ടായിരിക്കണം, അതിൻ്റെ കോമൺ ആയിട്ടുള്ള ആൾ. അപ്പോൾ നോക്കുക, എ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, ഇതും നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി അല്ലാത്ത ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞാൽ ഇയാൾ അതിൻ്റെ അകത്ത് പെടുവോ, അതുണ്ടാവില്ല. അപ്പോൾ എയിലും നോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണത് എന്താ, ഈ റീജിയൻ മാത്രമാണ് കിട്ടുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എയിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി ആണ് കുറയ്ക്കുന്നത്, അല്ലാതെ എയിൽ നിന്ന് ബി കുറയ്ക്കുക എന്നല്ല പറയുന്നത്. നോക്കുമ്പോൾ കണ്ടുപിടിക്കാനായിട്ട് എയിൽ നിന്നും അവിടെ എ ഇൻ്റർസെക്ഷൻ ബി കുറച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ ഇപ്പോൾ ആക്ച്വലി പി ഓഫ് എ ആൻഡ് ബിയുടെ കോംപ്ലിമെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ പി ഓഫ് എയിൽ നിന്നും എന്ത് ചെയ്താൽ മതി, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കുറച്ചാൽ മതി. അങ്ങനെ നോക്കിയപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 0.3 അതായിരുന്നു പി ഓഫ് എ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 0.18 എന്നുമായിരുന്നു. അപ്പോൾ നമ്മളവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക്
1 2 എന്നാണ് രണ്ടാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടുക. ഇനി നോക്കുക, അവിടെ മൂന്നാമത്തേൽ നമുക്ക് കാണേണ്ടത് പി ഓഫ് എ ഓർ ബി ആണല്ലേ എന്ന് പറഞ്ഞാൽ അതാരാ, അത് പി ഓഫ് എ യൂണിയൻ ബി ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂസ് കൊടുത്തു 0.3 പ്ലസ് 0.6 മൈനസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.18 ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 0.9 മൈനസ് 0.18 അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.72 എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതാണ് അപ്പം മൂന്നാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നോക്കുക, നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അത് പി ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് നെയ്തർ എ നോർ ബി എന്നാണ് അല്ലേ എന്ന് പറഞ്ഞാൽ അവർ എയിലും ഇല്ല ബിയിലും ഇല്ലാത്തവരുടെ പ്രോബബിലിറ്റി എന്നാണ് പറയുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം അതാരാണത് എ യൂണിയൻ ബിയുടെ മൊത്തത്തിലുള്ള കോംപ്ലിമെൻ്റ് ആണ് എന്ന് പറയാം. കാരണം എന്താ, എയിലും ബിയിലും ഉള്ളവരാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്, അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടി വരും എ കോംപ്ലിമെൻറ്റ് ദെൻ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ് ശരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുക, നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞാൽ എയിലും ഇല്ല ബിയിലും ഇല്ലാത്ത ആൾക്കാർ. അപ്പോൾ നോക്കുക, എയിലും ബിയിലുള്ള ആൾക്കാരാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയാം. കാരണം കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് 1 മൈനസ് അയാളുടെ പ്രോബബിലിറ്റി കുറച്ചാൽ മതി. അങ്ങനെ നോക്കിയപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇവിടെ കണ്ടുവച്ചിരിക്കുന്ന 0.72 എന്ന് കൊടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ 0.28 എന്നാണ് നാലാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ നോക്കുക, ആദ്യത്തേൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാനായിട്ട് പ്രൊഡക്റ്റ് കണ്ടത്. അതിനുശേഷം നമ്മളിവിടെ പി ഓഫ് എ ആൻഡ് നോട്ട് ബി കാണാനായിട്ട് വെൻ ഡയഗ്രം വരച്ച് നോക്കി. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വരച്ചു എന്ന് മാത്രം, ഡയറക്റ്റ് ചെയ്താലും തെറ്റൊന്നുമില്ല, അങ്ങനെ അറിയുന്നവർ ഡയറക്റ്റ്ലി ചെയ്തേക്കുക. മൂന്നാമത്തെ നമ്മൾ പി ഓഫ് എ യൂണിയൻ ബി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. ദെൻ ഫൈനലി നാലാമത്തേൽ പി ഓഫ് നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞപ്പോൾ എ യൂണിയൻ ബിയിൽ വരാത്ത ആൾക്കാരുടെ പ്രോബബിലിറ്റി എന്ന രീതിയിൽ പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്നുമാണ് ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 11ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് എ ഡൈ ഈസ് ടോസ്ഡ് ത്രൈസ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ് എന്നാണ്. അപ്പോൾ നോക്കുക, 3 തവണ ഒരു ഡൈ എറിയുമ്പോൾ അവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് വൺസ് ഓഡ് നമ്പർ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കുക, നമുക്ക് അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറയുമ്പോൾ ഒരു തവണയാകാം, 2 തവണയാകാം, 3 തവണയും നമുക്ക് എന്ത് തന്നെയാണെന്ന് പറയാം, ഓഡ് നമ്പറാണ് എന്ന് പറയാം. അതിൻ്റെ അകത്ത് ഒരു തവണ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പം, ആദ്യത്തെ ഓടും പിന്നെ ഈവൻ എന്നാകാം, അല്ലെങ്കിലോ ആദ്യത്തെ ഈവൻ രണ്ടാമത്തെ ഓട് മൂന്നാമത്തെ ഈവൻ എന്നാകാം, അല്ലെങ്കിലോ ഈവൻ ദെൻ ഓഡ് എന്നാകാം. ഇതുപോലെ തന്നെയാണ് 2 ഓട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ഓട് പിന്നെ ഈവനാകാം, അല്ലെങ്കിലോ ആദ്യത്തെ അവസാനത്തെ ഓടായിട്ട് നടുക്കത്തെ ഈവനാകാം, ആദ്യത്തെ ഈവനായിട്ട് പിന്നെ ഉള്ള 2ഉം ഓടായിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ 3 ഓട് എന്ന രീതിയിൽ വരുമ്പോൾ എല്ലാം ഓടായിട്ട് വരാം അല്ലേ. അപ്പോൾ ഇത്രയും കേസസിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടി വരും. ഇനി നോക്കുമ്പോൾ ഇതിലില്ലാത്ത ഒരാൾ മാത്രം കൂടെ ഉണ്ടാവുള്ളൂ അല്ലേ. അതെന്താണ്, അവിടെ 3 തവണ എറിയുമ്പോഴും ഓഡ് നമ്പർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ 3 തവണയും ഈവൻ നമ്പർ കിട്ടുന്നു എന്നൊരു കേസും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് അയാളുടെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് 1ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അതാണ് റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് നോ ഓഡ് നമ്പർ എന്നുള്ളതാണ്. അതിനുശേഷം അത് 1ൽ നിന്ന് കുറച്ച് അതായിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇതാണ് പ്രോബബിലിറ്റി ഓഫ് നോ ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ 3 തവണ എറിയുമ്പോൾ അവിടെ ഓഡ് നമ്പർ കിട്ടാനേ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, അവിടെ 3യും എന്തായിരിക്കണം, ഈവൻ ആയിരിക്കണം എന്ന് പറയേണ്ടി വരും. അപ്പോൾ നോ ഓഡ് എന്ന് പറയുമ്പോൾ 3 എന്തായിരിക്കണം, 3ഉം ഈവൻ ആയിരിക്കണം. അപ്പോൾ ഇത് എഴുതണം നിർബന്ധമില്ല, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയെന്ന് മാത്രം. അപ്പോൾ നോക്കുക, ആദ്യത്തത് ഓഡ് ആവരുത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈവൻ ആയിരിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ എത്ര എണ്ണം ഉണ്ട്, 3 പേരാ അല്ലേ, ഔട്ട് ഓഫ് 6 ആണ്. അടുത്തത് നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ്, 3/6 ആണ്. ദെൻ 3/6 തന്നെയാണ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 എന്ന് പറയണം 1/8 എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് നോ ഓഡ് നമ്പർ, അഥവാ പ്രോബബിലിറ്റി ഓഫ് 3 ഈവൻ നമ്പേഴ്സ് എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/8 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് at least
1 odd number അല്ലേ, 1 odd number that is equal to 1 minus probability of no odd number എന്ന് പറഞ്ഞാൽ 1 minus 1/8 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 7/8 എന്നാണ് ഇവിടെ 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 balls are drawn at random with replacement from a box containing 10 black and 8 red balls എന്നാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ബോത്ത് ദ ബോൾസ് ആർ റെഡ് എന്നാണ്. അപ്പോൾ നോക്കുക, നമ്മൾ 10 ബ്ലാക്ക് ബോളും 8 റെഡ് ബോളുമുള്ള ഒരു ബോക്സിൽ നിന്നും 2 ബോൾ എടുക്കുമ്പോൾ അത് രണ്ടും റെഡ് ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കുക വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ നോക്കുക, അവിടെ ആദ്യത്തത് എന്തായിരിക്കണം, റെഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 8 റെഡ് ബോൾസ് ആണുള്ളത്. ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 18 എന്നാണ് തന്നിരിക്കുക. ദെൻ നോക്കുക, രണ്ടാമത് റെഡ് ആവണം വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ബോൾ നമ്മൾ കയ്യിൽ വെക്കാതെ തിരിച്ചങ്ങോട്ട് ഇട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇടുമ്പോൾ പിന്നെയും അവിടെ 8 റെഡ് ബോൾസ് ഉണ്ടാവും, ടോട്ടൽ 18 തന്നെയായിരിക്കും. അപ്പോൾ അവിടെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താ, 8/18 തന്നെയാണ്. അപ്പോൾ നോക്കുക, ഇനി നമുക്ക് അവിടെ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കവിടെ 2 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4/9 ഇൻറ്റു 4/9 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ 81 എന്നാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വിത്ത് റീപ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ഒരിക്കലും കോമ്പിനേഷൻ ഉപയോഗിച്ച് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണെങ്കിൽ നമുക്കവിടെ കോമ്പിനേഷൻ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ വിത്ത് റീപ്ലേസ്മെൻറ്റിൽ ഒരിക്കലും കോമ്പിനേഷൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെ തന്നെയാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കുക, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ദെൻ സെക്കൻഡ് ഈസ് റെഡ് എന്നാണ്. അപ്പോൾ ആദ്യം എടുക്കുന്നത് ബ്ലാക്ക് ആയിരിക്കണം. അപ്പോൾ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡ് ബൈ ടോട്ടൽ അല്ലേ, 10 ഡിവൈഡ് ബൈ 18 എന്നാണ് വരിക. ഇനി രണ്ടാമത്തെ എന്തായിരിക്കണം, അത് റെഡ് ആയിരിക്കണം. അപ്പോൾ 8 ആണ്, ടോട്ടൽ 18 തന്നെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 5/9 ഇൻറ്റു 4/9 എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 81 എന്നാണ് രണ്ടാമത്തേൻ്റെ ആൻസർ കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുക, വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് അതർ ഈസ് റെഡ് എന്നാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കേസ് വരാം അല്ലേ, ആദ്യത്തെ ബ്ലാക്ക് ദെൻ സെക്കൻഡ് റെഡ് എന്നുള്ള കേസ് വരാം. എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 10/18 ഇൻറ്റു 8/18 ഈ കേസുണ്ട്. അല്ലെങ്കിൽ ഏത് കേസും കൂടെ വരാം, ആദ്യത്തത് റെഡ് ആകാം, രണ്ടാമത്തെ എന്താകാം, അത് ബ്ലാക്ക് ആയിട്ട് വരാം. എന്ന് പറഞ്ഞാൽ ആദ്യം എടുക്കുന്ന റെഡ് ആവുക എന്ന് പറഞ്ഞാൽ 8/18 ആണ്. ദെൻ രണ്ടാമത്തെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 10/18 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ ആദ്യത്തെ ബ്ലാക്ക് രണ്ടാമത്തെ റെഡ്, അല്ലെങ്കിൽ ആദ്യത്തെ റെഡ് രണ്ടാമത്തെ ബ്ലാക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു 4/9 പ്ലസ് 4/9 ഇൻറ്റു 5/9 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20/81 പ്ലസ് 20/81 എന്നാണ് വരുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40/81 എന്നാണ് മൂന്നാമത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടേണ്ടത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് സോൾവിങ് സ്പെസിഫിക് പ്രോബ്ലം ഇൻഡിപെൻഡൻ്റ്ലി ബൈ A and B are 1/2 and 1/3 respectively. If both try to solve the problem independently, find the probability that. അവിടെ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്, രണ്ടാമത്തെ എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം എന്നാണ്. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് 2 ആൾക്കാർ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്. അപ്പോൾ അവിടെ സോൾവ് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി 1/2 1/3 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് P ഓഫ് A ആണ് 1/2 എന്നെടുക്കാം. ദെൻ P ഓഫ് B ആണ് 1/3 എന്നും നമുക്ക് അവിടെ എടുക്കാം. അപ്പോൾ നോക്കുക, അവിടെ A and B എന്ന് പറയുന്നത് ഇവൻസ് ആണ്, പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടാനുള്ള ഇവൻസ് ആണ്. ബൈ A and B എന്ന അർത്ഥത്തിലാണ് നമ്മൾ P ഓഫ് A 1/2 എന്നും P ഓഫ് B എന്ന് പറയുന്നത് 1/3 എന്നും എടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം A സോൾവ് ചെയ്തു, B സോൾവ് ചെയ്യുന്നില്ലെങ്കിലും പ്രോബ്ലം സോൾവ്ഡ് ആണ്. അല്ലെങ്കിൽ A സോൾവ് ചെയ്യാതെ B സോൾവ് ചെയ്താലും പ്രോബ്ലം സോൾവ്ഡ് ആണ് എന്ന് പറയാം. അല്ലെങ്കിലോ എയും ബിയും സോൾവ് ചെയ്താലും പ്രോബ്ലം സോൾവ്ഡ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇത് കൂടാതെ നാലാമതൊരു കേസേ ഉള്ളൂ. അതെന്താണ്, അത് എയും സോൾവ് ചെയ്യുന്നില്ല, ബിയും സോൾവ് ചെയ്യുന്നില്ല എന്നുള്ള കേസാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് 1ൽ നിന്നും കുറയ്ക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ 3 കേസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ 3 കേസാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻസ് നമുക്കിവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഇവിടുത്തെ കേസിൽ ആദ്യം എ സോൾവ് ചെയ്യുന്നു, ഒപ്പം ബി സോൾവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. പ്ലസ്
അവിടെ എ സോൾവ് ചെയ്യുന്നില്ല, ബി സോൾവ് ചെയ്യുകയാണ് പ്രോബ്ലം. അപ്പോൾ അവിടെ സോൾവ് ആയി എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവിടെ എയും സോൾവ് ചെയ്യുന്നു, ദെൻ ബിയും സോൾവ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കിവിടെ എഴുതി വെക്കുകയാണെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 - 1/2 ആണ്. അപ്പോൾ അതും 1/2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എഴുതി വെക്കുകയാണെങ്കിൽ 1 - 1/3 ആണല്ലേ, നമുക്കവിടെ 2/3 എന്നാണ് കിട്ടുക. അപ്പോൾ വാല്യൂസ് നമുക്ക് എന്താണ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുമ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 1/2 ആണ്, ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് 2/3 എന്ന് കിട്ടി, പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ദെൻ പി ഓഫ് ബി എന്ന് കിട്ടി 1/3 എന്ന് പറഞ്ഞു, പ്ലസ് അവിടെ പി ഓഫ് എ എന്ന് പറയുന്നത് 1/2, ദെൻ പി ഓഫ് ബി എന്ന് പറയുന്നത് 1/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 2/6 പ്ലസ് 1/6 പ്ലസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/6 എന്ന് പറഞ്ഞു. 2 കട്ട് ചെയ്താൽ 2/3 എന്നാണ് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടണത്. ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എ സോൾവ് ചെയ്യുമ്പോൾ ബി സോൾവ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിലോ ബി സോൾവ് ചെയ്യുമ്പോൾ എ സോൾവ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ് ദ പ്രോബ്ലം കൊണ്ട് മീൻ ചെയ്യണത്. അങ്ങനെ വന്നപ്പോൾ ഇവിടെ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി ആണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ രണ്ട് കേസസാണ് നമുക്ക് വേണ്ടത്. നോക്കിയപ്പോൾ 1/2 ഇൻറ്റു 2/3 പ്ലസ് 1/2 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/6 പ്ലസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6 എന്നാണ് വരുന്നത്. അവിടെ 3 കട്ട് ചെയ്താൽ 1/2 എന്നാണ് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് 1 card is drawn at random from a well shuffled deck of 52 cards. In which of the following is are the events E and F are independent എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, 52 പ്ലേയിങ് കാർഡ്സ് എന്നും നമ്മൾ ഒരു കാർഡ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം തന്നിരിക്കുന്ന ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ല, ഒന്നാമത്തേൽ ഇ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ദ കാർഡ് ഡ്രോൺ ഈസ് എ സ്പേഡ് എന്നാണ്. രണ്ടാമത്തെ എഫ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ദ കാർഡ് ഡ്രോൺ ഈസ് ആൻഡ് എയ്സ് എന്നുമാണ്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പി ഓഫ് ഇ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ പി ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ കാർഡ് ഡ്രോൺ ഈസ് എ സ്പേഡ് എന്നാണ് അല്ലേ. അപ്പോൾ അത് സ്പേഡ് ആയിരിക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ 13 സ്പേഡ്സ് ആണുള്ളത്. സോ 13 ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 52 ആണ്. സോ 1/4 എന്നാണ് പി ഓഫ് ഇ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് പി ഓഫ് എഫ് കണ്ടുപിടിക്കാം. സോ പി ഓഫ് എഫ് എന്ന് പറയാൻ നോക്കുക, ദ കാർഡ് ഡ്രോൺ ഈസ് ആൻഡ് എയ്സ് എന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ 4 എയ്സ് കാർഡ്സ് ആണുള്ളത് ടോട്ടൽ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 4 ഡിവൈഡ് ബൈ 52 എന്നാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി വരിക. നമുക്കത് കട്ട് ചെയ്താൽ 1/13 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കണം അല്ലേ. അങ്ങനെ നോക്കിയപ്പോൾ അത് സ്പേഡും ആയിരിക്കണം, ഒപ്പം എയ്സും ആയിരിക്കണം. അങ്ങനത്തെ എത്ര കാർഡ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇൻ്റർസെക്ഷനിൽ വരിക. അപ്പോൾ നോക്കിയപ്പോൾ സ്പേഡിൽ ഒരു എയ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കവിടെ 1/52 എന്നാണ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, പി ഓഫ് ഇയും പി ഓഫ് എഫും കൂടെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നോക്കും അല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് 1/4 ഇൻറ്റു 1/13 എന്നാണ് വരുന്നത്. അത് നമുക്ക് 1/52 എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയപ്പോൾ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫും ഇവിടെയുള്ള പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, അത് രണ്ടും സെയിം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാം ഇവിടെ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. therefore E and F are ഇൻഡിപെൻഡൻ്റ് അല്ലേ. അപ്പോൾ നമുക്കവിടെ ഇൻഡിപെൻഡൻ്റ് എന്ന് എഴുതാനായിട്ട് പറ്റി. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇ എന്ന് പറയുന്നത് ദ കാർഡ് ഡ്രോൺ ഈസ് ബ്ലാക്ക് എന്നാണ്. എഫ് എന്ന് പറയുന്നത് ദ കാർഡ് ഡ്രോൺ ഈസ് എ കിങ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പി ഓഫ് ഇ കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്ലാക്ക് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 26 ആണല്ലേ, ഡിവൈഡ് ബൈ 52 എന്ന് പറഞ്ഞു. സോ 1/2 എന്നാണ് പി ഓഫ് ഇ കിട്ടണത്. ഇനി നമുക്ക് പി ഓഫ് എഫ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു കാർഡ് ഡ്രോൺ ഈസ് കിങ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് കിങ് എന്ന് പറഞ്ഞാൽ അവിടെ മൊത്തം 4 കിങ് ആണോ ഉള്ളത്. സോ 4/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/13 എന്നാണ് നമുക്ക് പി ഓഫ് എഫ് കിട്ടുക. ഇനി നമ്മൾ പി ഓഫ്
ഈ ഇൻ്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കുമ്പോൾ അതെന്തായിരിക്കണം, അത് കിങ്ങും ആയിരിക്കണം, ഒപ്പം ബ്ലാക്ക് കാർഡും ആയിരിക്കണം. അങ്ങനത്തെ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ 2 കാർഡ്സ് ആണല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്പേഡിലും ക്ലബിലുമുള്ള കിങ്ങുകൾ അത് രണ്ടും ബ്ലാക്ക് ആണ്. അങ്ങനെ നോക്കുമ്പോൾ 2 ഡിവൈഡ് ബൈ 52 എന്നാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് 1/26 എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ. നമ്മളവിടെ 2 കട്ട് ചെയ്തപ്പോൾ നമുക്ക് 1/26 എന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 1/2 ഇൻറ്റു 1/13 എന്നാണ് വരുന്നത്. അവിടെ നമുക്ക് 1/26 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെയാണ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് എഴുതാനായിട്ട് പറ്റി. അതുകൊണ്ട് എന്തായി, ഇവൻസ് ഇൻഡിപെൻഡൻ്റ് ആണല്ലേ. അതുകൊണ്ട് നമ്മൾ എഴുതി therefore ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ്. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇവിടെ ഇ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ദ കാർഡ് ഡ്രോൺ ഈസ് എ കിങ് ഓർ ക്യൂൻ എന്നാണ്. ദെൻ എഫ് എന്ന് പറഞ്ഞാൽ ദ കാർഡ് ഡ്രോൺ ഈസ് എ ക്യൂൻ ഓർ ജാക്ക് എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ പി ഓഫ് ഇ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ കിങ് ഓർ ക്യൂൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 കിങ് ആണ് മൊത്തത്തിലുള്ളത്. ദെൻ ക്യൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 എണ്ണമാണ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓർ ക്യൂൻ എന്ന് പറഞ്ഞാൽ 8 കാർഡ്, 4 + 4 8 കാർഡ്സ് അവിടെ ഉണ്ടാവും. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 8/52 എന്നാണ് കിട്ടുക. അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 2/13 എന്നല്ലേ. നമ്മളിവിടെ 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/13 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ പി ഓഫ് എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ ക്യൂൻ ഓർ ജാക്ക് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ 4 ക്യൂനാണുള്ളത്, ജാക്ക് എന്ന് പറഞ്ഞാലും 4 തന്നെയാണ്. സോ 4 + 4 8 ഡിവൈഡ് ബൈ 52 എന്നാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി വരിക. സോ നമ്മൾ എഴുതുമ്പോൾ 8/52 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/13 എന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ 4 കട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റിയാണ് എഴുതുന്നത്. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞ് നോക്കുക. അവിടെ കിങ് ഓർ ക്യൂൻ, ദെൻ ഇൻ്റർസെക്ഷൻ ക്യൂൻ ഓർ ജാക്ക് എന്നാണ്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കാർഡ്സിനെ കുറിച്ചാണ് പറയേണ്ടത്. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ക്യൂൻ എന്ന് പറയുന്നത് അല്ലെ, ക്യൂൻ കാർഡ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവിടെ കോമൺ ആയിട്ട് രണ്ടിലും ഉണ്ടായിരിക്കും, ഇയിലും എഫിലും ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എത്ര പേരുണ്ട്, 4 പേരാണുള്ളത്. സോ 4/52 എന്നാണ് ഈ പ്രോബബിലിറ്റി വരിക. അതിന് നമുക്ക് 1/13 എന്നാണ് എഴുതാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മളിവിടെ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് കണ്ടുപിടിക്കുമ്പോൾ 2/13 ഇൻറ്റു നമുക്കവിടെ 2/13 എന്ന് തന്നെയാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കവിടെ 4/169 എന്നാണ് പ്രോബബിലിറ്റി കിട്ടുക. ഇവിടെ നമുക്ക് 1/13 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് അല്ല ഈ കേസിൽ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ 2 ഇവൻസും ഇൻഡിപെൻഡൻ്റ് അല്ല എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാം ഇ ആൻഡ് എഫ് ആർ നോട്ട് ഇൻഡിപെൻഡൻ്റ് അല്ലേ. ഇവിടെ ഇൻഡിപെൻഡൻ്റ് അല്ല എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇയും എഫും ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നോക്കുക, നമ്മളോട് ഏതൊക്കെ കേസുകളിലാണ് അവ ഇൻഡിപെൻഡൻ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഒന്നാമത്തേതും രണ്ടാമത്തേതും ഇൻഡിപെൻഡൻ്റ്, മൂന്നാമത്തേൽ നോട്ട് ഇൻഡിപെൻഡൻ്റ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഹോസ്റ്റലിലുള്ള 60% സ്റ്റുഡൻസ് ഹിന്ദി ന്യൂസ് പേപ്പർ റീഡ് ചെയ്യും, 40% സ്റ്റുഡൻസ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യും, 20% എന്ന് പറയുന്നത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യും എന്നുമാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ നിന്നും ഒരു സ്റ്റുഡൻറ്റിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് നെയ്തർ ഹിന്ദി നോർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് നെയ്തർ ഹിന്ദി നോർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഇവൻസിന് വേണമെങ്കിൽ ഒരു പേര് കൊടുത്തേക്കാം. എ എന്ന് പറഞ്ഞ ഇവൻ്റായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. സ്റ്റുഡൻറ്റ് റീഡ്സ് അല്ലേ, സ്റ്റുഡൻറ്റ് റീഡ്സ് ഹിന്ദി അല്ലേ, ആദ്യത്തെ ഹിന്ദി എന്നാണ് തന്നിരിക്കുക. അതുകൊണ്ട് സ്റ്റുഡൻറ്റ് റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ എന്നെടുത്തു. അതിന് ശേഷം രണ്ടാമത്തെ ഇവൻ്റായിട്ട് ബി എന്ന് പറയണത് സ്റ്റുഡൻറ്റ് റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്നും എടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതനുസരിച്ച് ആദ്യത്തെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, അത് പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. കാരണം ഹിന്ദിയും ഇംഗ്ലീഷും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഇത് തന്നെയാണ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇതാണ് നമുക്ക്
കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? പി ഓഫ് എ യൂണിയൻ ബി വേണം. എങ്കിലാണ് 1 മൈനസ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി ഓഫ് എ യൂണിയൻ ബി കാണാം. അങ്ങനെ നോക്കിയപ്പോൾ ഓരോന്നും നമുക്ക് എഴുതി വെച്ചിട്ട് പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കും. അങ്ങനെ വന്നാൽ നമുക്ക് വേണ്ട ആളുടെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പി ഓഫ് എ എന്നെടുക്കുന്നത് എന്തായിരിക്കും? ആ സ്റ്റുഡൻറ്റ് ഹിന്ദി ന്യൂസ് പേപ്പർ റീഡ് ചെയ്യണമെന്നാണ് അല്ലേ. അപ്പോൾ നോക്കുക 60% എന്ന് പറയുമ്പോൾ 60/100 ആണ് അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ പി ഓഫ് ബി എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 40/100 ആണ് എന്ന് പറയാം. ഇനി നമ്മൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ രണ്ടും എന്ന രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടണത് 20/100 ആണ് കിട്ടണത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 0 വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 6/10 എന്നും 4/10 എന്നും ദാറ്റ് ഈസ് ഈക്വൽ ടു 2/10 എന്നുമാണ് കിട്ടുക. ഇത് ഉപയോഗിച്ച് നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ 6/10 പ്ലസ് 4/10 then minus 2/10 എന്നാണ് വന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8/10 എന്ന് കിട്ടി. അവിടെ നമുക്ക് 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4/5 എന്നാണ് പി ഓഫ് എ യൂണിയൻ ബി കിട്ടണത്. നമുക്ക് വേണ്ടത് ആരാ? അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ്. അങ്ങനെ വരുമ്പോൾ റിക്വയർഡ് പ്രോബബിലിറ്റി അല്ലെ, ഈ കേസിൽ റിക്വയർഡ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതെന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 4/5 എന്ന് പറഞ്ഞു, വിച്ച് ഈസ് ഈക്വൽ ടു 1/5 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ നോക്കുക, ഞാനിവിടെ ഡിനോമിനേറ്ററിൽ 10 നിർത്തി അങ്ങ് ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. എനിവേ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആൻസർ 1/5 ആണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ then find the probability that she reads English newspaper എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹിന്ദി ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന ആളാണ് എങ്കിൽ അയാൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും കൂടെ റീഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നാണ് അല്ലേ. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് തന്നിരിക്കുക. ആദ്യം ഹിന്ദി ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതാണ് ഗിവൺ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? എ എന്നാണ് അല്ലേ. അപ്പം ഇത് ആണ് ഗിവൺ കണ്ടീഷൻ. ദെൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് എന്ന് പറയുമ്പോൾ ബി ആണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓൾറെഡി നടന്നിട്ട് ബി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എന്താ? അത് പി ഓഫ് ബി ഗിവൺ എ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഹിന്ദി ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന ആളായിരിക്കണം, അതാണ് ഗിവൺ കണ്ടീഷൻ, അതാണ് നമ്മൾ താഴെ എഴുതാറ്. ദെൻ എന്ത് വേണം? ഇംഗ്ലീഷ് വേണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുല അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ അല്ലെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് വാല്യൂസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ 2/10 ഡിവൈഡഡ് ബൈ നമുക്കവിടെ പി ഓഫ് എന്ന് പറഞ്ഞാൽ 6/10 ആയിരുന്നു. 10 ഡയറക്റ്റ്ലി കട്ട് ചെയ്തു. 2/6 എന്ന് പറഞ്ഞു. നമ്മൾ 2 കട്ട് ചെയ്താൽ 1/3 എന്നാണ് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. മൂന്നാം സബ് ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ് അല്ലേ. ഇഫ് ഷീ റീഡ്സ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ റീഡ്സ് ഹിന്ദി ന്യൂസ് പേപ്പർ. അപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷ് വായിക്കുന്ന ആളാണ്, ദെൻ ഹിന്ദി ന്യൂസ് പേപ്പറും കൂടെ വായിക്കണം എന്ന് പറയുമ്പോൾ ഗിവൺ കണ്ടീഷൻ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? ബി എന്നാണ്, അതാണ് ഗിവൺ കണ്ടീഷൻ. സോ പി ഓഫ് എ ഗിവൺ ബി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, ഇവിടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്ന ആളാണ്, ദെൻ ഹിന്ദി കൂടെ എന്ന് വരുമ്പോൾ പി ഓഫ് എ ഗിവൺ ബി എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/10 ഡിവൈഡ് ബൈ 4/10 എന്നാണ് വരിക. സോ 2/10 ഡിവൈഡ് ബൈ 4/10 എന്ന് എഴുതി നമുക്കവിടെ 10 കട്ട് ചെയ്താൽ 2/4 എന്ന് വരും. ഇനി 2 കൂടെ കട്ട് ചെയ്താൽ 1/2 എന്നാണ് ഇവിടെ കിട്ടുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് ആൻ ഈവൻ പ്രൈം നമ്പർ ഓൺ ഈച്ച് ഡൈ വെൻ എ പെയർ ഓഫ് ഡൈസ് ഈസ് റോൾഡ് എന്നാണ്. അപ്പോൾ നോക്കുക, 2 ഡൈ എറിയുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടണം? രണ്ടിലും ഈവൻ പ്രൈം നമ്പർ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുക. ഈവൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അത് 2 ആണ് എന്ന് പറഞ്ഞാൽ 2 ഡൈയിലും 2 തന്നെ കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് 2 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6 എന്നാണ് പ്രോബബിലിറ്റി കിട്ടുന്നത്. രണ്ടാമത്തേലും എന്ത് കിട്ടണം? 2 തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ അവിടെയും 1/6 എന്ന് തന്നെയാണ് പ്രോബബിലിറ്റി. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് കാണും. സോ 1/36 എന്നാണ് ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 events A and B will be independent if A and B are mutually exclusive
പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി, പി ഓഫ് ഈക്വൽ ടു പി ഓഫ് ബി, പി ഓഫ് പ്ലസ് പി ഓഫ് ബി ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആവണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നാണ് അല്ലേ. അപ്പോൾ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് അവിടെ എ ആൻഡ് ബി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓപ്ഷൻ എ അതുകൊണ്ട് എന്തായാലും ആൻസർ അല്ല. ഓപ്ഷൻ ബി അവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ സിയിലോട്ട് നോക്കുമ്പോൾ പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് ബി നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല. പി ഓഫ് എയും പി ഓഫ് ബിയും ഈക്വൽ ആകുമ്പോൾ എയും ബി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അവിടെ പ്രോബബിലിറ്റിൻ്റെ സമ്മ് 1 ആയിക്കഴിഞ്ഞാൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എ അല്ല, സി അല്ല, ഡി അല്ല എന്ന് ഉറപ്പാണ്. ഇത് നോക്കുക, ബിയിലോട്ട് നോക്കുമ്പോൾ അവിടെ തന്നിരിക്കുന്നത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻ്റ് ആണ്. ആക്ച്വലി അത് മീൻ ചെയ്യണത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൽ എച്ച് എസ് എന്ന് പറയുന്നത്. ആർ എച്ച് എസ് നോക്കുക, ആർ എച്ച് എസ് 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണല്ലേ. 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ അത് എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആണ്. 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുമ്പോൾ അത് ബി കോംപ്ലിമെൻ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത് ആക്ച്വലി പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റും അവിടെ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയണത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഈ വീഡിയോയിൽ നമ്മൾ 10 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.